നമസ്കാരം. കുവൈറ്റിലേക്ക് അതിശക്തമെന്ന് വിളിക്കാവുന്ന ഒരു ആക്രമണമാണ് ഇറാൻ മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയത്. ആ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരു കെട്ടിടം അപ്പാടെ തകരുകയും ചെയ്തു എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ആദ്യഘട്ടത്തിൽ നൽകുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്നും ജനവാസ മേഖലയിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് നേരെയാണ് ഈ ആക്രമണം നടന്നതെന്നുമുള്ള വിവരങ്ങൾ വരുമ്പോഴാണ് വളരെ ഗൗരവതരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഈ യുദ്ധം മാറുന്നു എന്ന നിലയിലേക്ക് നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നത്. കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ജനവാസ മേഖലകളിലേക്ക് ആക്രമണങ്ങൾ കടുക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണിത്. എന്ന് മാത്രമല്ല, ഒരു ചൈനീസ് കമ്പനിക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം. നോക്കുക, ചൈനയാണ് ഇറാന് ആയുധങ്ങൾ പുതുതായി എത്തിച്ചു കൊടുക്കുന്നത് എന്നും ഇറാനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുകയും ഈ യുദ്ധം സജീവമാക്കാൻ ഇറാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തതിന് പിന്നിൽ ചൈനയുടെ പിന്തുണയാണെന്നും ഒക്കെയാണ് വാർത്തകൾ വന്നത്. അപ്പോൾ അങ്ങനെ ചൈന ഇറാന് വലിയ തോതിൽ പിന്തുണ കൊടുക്കുമ്പോൾ പിന്നെ എന്തിനാണ് ചൈനീസ് കമ്പനിക്ക് നേരെ ഒരു ആക്രമണം ഇറാൻ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ ഇത് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണെന്ന് അറിയാതെ ഇറാൻ നടത്തിയ ആക്രമണമായിരിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ഒരു ആക്രമണം ആരെങ്കിലും നടത്തി അത് ഇറാന്റെ തലയിൽ ഇട്ടതായിരിക്കാം എന്നും വാദങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. എങ്കിലും ഒന്നുറപ്പാണ്, ഇറാനെ തൊട്ടാൽ വിവരമറിയും എന്നു തന്നെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഇറാനെ ദാ ഇപ്പോൾ അടിച്ചങ്ങ് തകർക്കും, ഇറാനെ ഇല്ലാതാക്കും, സൗദിയുമായി ഒരു കരാർ ഒപ്പിട്ട് അല്ലെങ്കിൽ സൗദിയെ വരുതിയിൽ വരുത്തിയ ശേഷം സൗദിയെ ഉപയോഗിച്ച് ഇറാന്റെ മിലീഷ്യകളെ ഇല്ലാതാക്കാം, ഹൂത്തികളെ ഇല്ലാതാക്കാം. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, മൊത്തത്തിൽ പശ്ചിമേഷ്യ എന്നോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്, ഗൾഫ് മേഖല GCC രാജ്യങ്ങളടക്കം ഒന്നിച്ച് ഇറാനെതിരെ തിരിയുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കി ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കുകയോ അല്ലെങ്കിൽ ഇറാന് നേരെ ഒരു പൊതുവികാരം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാമെന്നാണ് ട്രംപ് കരുതുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ശക്തമായി നൽകിയ തിരിച്ചടിയിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഇറാൻ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്താൻ പറയുന്ന ന്യായം എന്താണ്, അല്ലെങ്കിൽ ഇറാനാണ് ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അത് ഇറാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്തായിരുന്നു? ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ നിങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ടാർഗറ്റ് ചെയ്യപ്പെടും. ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ നിങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളും തകർക്കപ്പെടും. എങ്ങനെയാണോ ഞങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് നേരെ പ്രത്യാക്രമണവും ഉണ്ടാവുക. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നത് തന്നെയാണ് തങ്ങളുടെ നയമെന്ന് ഇറാന്റെ അവിടുത്തെ പാർലമെന്ററി സ്പീക്കർ അടക്കമുള്ളവർ, IRGC അടക്കം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജനവാസ കേന്ദ്രങ്ങൾ എന്നുള്ളത്, അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ എന്നുള്ളതൊക്കെ കുറച്ചുനാൾ മുമ്പ് തന്നെ ഇറാൻ ഹിറ്റ് ലിസ്റ്റിലാക്കി വെച്ചിട്ടുള്ള പ്രദേശങ്ങളായിരുന്നുവെന്നും അമേരിക്ക ഇറാന് നേരെ അത്തരം ആക്രമണങ്ങൾ നടത്തിയാൽ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ളത് അച്ചട്ടായിരുന്നുവെന്നും തന്നെ വേണം കരുതാൻ. അപ്പോൾ ഇന്ന് അമേരിക്ക ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. അതിന് കാരണമായി പറഞ്ഞത് മണിക്കൂറുകൾക്ക് മുൻപ് ജോർദാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണമാണ്. അതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇറാൻ നടത്തിയത് ജോർദാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണവും എന്നാൽ അമേരിക്ക നടത്തിയത് ഇറാനിലെ ജനവാസ കേന്ദ്രത്തിലേക്കുള്ള ആക്രമണവുമായിരുന്നു. അവിടെ 3 പേര് ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഇറാഖിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 30ഓളം പേർ കൊല്ലപ്പെട്ടതായി വിവരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ജനവാസ കേന്ദ്രങ്ങൾ, അത്തരത്തിൽ വളരെ സെൻസിറ്റീവായ പ്രദേശങ്ങളൊക്കെ ആക്രമിച്ച് ഇറാൻ ഭരണകൂടത്തിനെതിരെ ഒരു പൊതുവികാരം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങളെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി ഭരണകൂടത്തിനെതിരെ തിരിക്കുകയോ അല്ലെങ്കിൽ ഇറാനെ അടിസ്ഥാനപരമായി തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നായിരുന്നു ഉയരുന്ന വിലയിരുത്തൽ. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ അത് ഒരു 18ാമത്തെ അടവ് എന്ന നിലയിലാണ് ട്രംപ് ആ നിലയിലേക്ക് കടക്കുന്നത് എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. എന്തായാലും അങ്ങനെ ഒരു 18ാമത്തെ അടവിലേക്കാണ് ട്രംപ് കാലെടുത്ത് വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു 18ാമത്തെ അടവിലേക്കാണ് ട്രംപ് നീങ്ങുന്നതെങ്കിൽ അതിന് 19ാമത്തെ അടവെടുത്ത് തിരിച്ചടിക്കുക എന്നത് തന്നെയാണ് തങ്ങളുടെ നയമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഈ ആക്രമണം. ഇപ്പം ഇറാനെ തൊട്ടാൽ വിവരമറിയും എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുവൈറ്റിലേക്ക് തീമഴ പെയ്തിട്ടുണ്ടെങ്കിൽ, കുവൈറ്റിലെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രം തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഫലമായി സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ,
ഇറാൻ ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് നടത്തും. ഹൂത്തികൾ സൗദിയിലേക്കും സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയേക്കാം. ഒരുപക്ഷെ ബാബൽ മന്ദബ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് പൊടുന്നനെ ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ കപ്പലുകൾക്ക് ഭീമമായ തുക ചുങ്കം ചുമത്തി ഹൂത്തികൾ ആ മേഖല പിടിച്ചെടുത്തേക്കാം. എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് ആയുധങ്ങൾ മൂർച്ച കൂട്ടി ഇറാൻ കൂടുതൽ ശക്തിയാർജിച്ച് തങ്ങൾക്കൊപ്പമുള്ള ഗ്രൂപ്പുകളെ അണിനിരത്തി ഈ യുദ്ധം വിപുലമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അമേരിക്ക സൗദിയെ കൂട്ടുപിടിച്ച് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു, അമേരിക്ക ഇറാഖിലേക്ക് ആക്രമണം നടത്തുന്നു, സൗദി കൂടുതൽ വിപുലമാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. നാറ്റോ രാജ്യങ്ങളെ അവരുടെ സൈനിക ശക്തിയെ ഹോർമൂസ് കടലിടുക്കിലേക്ക് കൊണ്ടുവന്ന് ഇറാന്റെ അവിടുത്തെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക എന്നൊരു ബൃഹത് പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. നാറ്റോ രാജ്യങ്ങളുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് സകല നാറ്റോ രാജ്യങ്ങളും ട്രംപിന് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അന്നൊരു സൈനിക നീക്കത്തിന് തയ്യാറെടുത്ത് ട്രംപ് പിന്നോട്ട് പോയത് ഇറാൻ നൽകിയ ശക്തമായ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. മേഖലയിലേക്ക് വരുന്ന യുദ്ധത്തിന് വേണ്ടി വരുന്ന ഒരൊറ്റ സൈനികനും ജീവനോടെ തിരിച്ചു പോകില്ല എന്ന് ശക്തവും സുവ്യക്തവുമായ മുന്നറിയിപ്പ് ഇറാൻ നൽകിയതിനെ തുടർന്നാണ് അന്ന് അമേരിക്കയ്ക്ക് നാറ്റോ സഖ്യത്തെ ഇറക്കി യുദ്ധം ചെയ്യാൻ കഴിയാതെ പോയത്. ഏതാണ്ട് 20ഓളം ചെറു കപ്പലുകൾ ഇറക്കി ഈ ഹോർമൂസിന് സമീപം ഒരു പട്രോളിങ്ങിനുള്ള ശ്രമമൊക്കെ ആ ഘട്ടത്തിൽ അമേരിക്ക നടത്തിയത് നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ശക്തമായിട്ടുള്ള വെല്ലുവിളിയും വ്യാപകമായിട്ടുള്ള തിരിച്ചടിയും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് ഇറാൻ കളത്തിലിറങ്ങിയതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭയപ്പെട്ട് അന്ന് അമേരിക്ക പിന്മാറുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുമ്പ് അമേരിക്ക ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 2 കാരണങ്ങളാണ്. ഒന്ന്, തൊട്ടു മുമ്പ് ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വിമാനങ്ങൾ തകരുന്നു, ഡ്രോൺ കേന്ദ്രങ്ങൾ തകരുന്നു, അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കയുടെ പെൻറ്റഗണിലെ സുരക്ഷാ ഉപദേശകരടക്കം ട്രംപിനോട് പറയുന്നു, നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആയുധങ്ങൾ കുറയുകയാണ്, അതിനപ്പുറം ഈ പാട്രിയോട്ട് മിസൈൽ സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിധിക്കപ്പുറം നമുക്ക് ഇനിയും ഇറാനോട് ആക്രമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇറാൻ്റെ ശക്തി കുറയുന്നതായി കാണുന്നില്ല. ഇറാൻ നിരന്തരമായി പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏകപക്ഷീയമായ ആക്രമണങ്ങളാണെങ്കിൽ നമുക്ക് വിജയിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴും വിജയം നമ്മൾ നേടിയിട്ടില്ല. അപ്പോൾ ഇനിയും നിരന്തരമായി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് തിരിച്ചടികൾ വർദ്ധിക്കുന്നതിന് കാരണമാവുകയും അത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഒന്നാകെ അപകടത്തിലാക്കുകയും ചെയ്യും എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല, കുറച്ചുനാൾ നമുക്ക് യുദ്ധവിരാമത്തിലേക്ക് കടക്കാമെന്ന് പറയുകയും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ, അതായത് ഈ ഈജിപ്തിനെയും ഖത്തറിനെയും അതുപോലെ പുറത്തുള്ള പാകിസ്ഥാനെയും ഒക്കെ ഉപയോഗിച്ച് ഒരു മധ്യസ്ഥ ശ്രമത്തിന് ചർച്ച നടത്തുകയും ചെയ്തത്. പക്ഷേ ഇറാൻ്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് പോവുകയും ഈ പറയുന്ന ഖത്തറും ഈജിപ്തും ഒക്കെ പറയുന്നത് കേൾക്കുകയും ചെയ്തുവെങ്കിലും അതിൽ കൃത്യമായ തീരുമാനം അവർ പറഞ്ഞില്ല. അതിനുള്ള കാരണം അമേരിക്ക ചതിപ്രയോഗം നടത്തുമെന്ന ബോധ്യമാണ്. അമേരിക്ക ഇതിനു മുമ്പും ഇത്തരം ചർച്ചകൾ വിളിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ചതിയുണ്ടായിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട ശേഷവും ഏകപക്ഷീയമായി ആ കരാർ ലംഘിച്ചുകൊണ്ട് ഈ യുദ്ധം പുനരാരംഭിച്ചത്, ഇപ്പോൾ ഈ അതിതീവ്ര ഘട്ടത്തിലേക്ക് യുദ്ധം എത്തി നിൽക്കുന്നത് അമേരിക്ക കാരണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും അമേരിക്ക ഇങ്ങോട്ടേക്ക് ചെയ്യാവുന്ന ആക്രമണങ്ങളൊക്കെ ചെയ്ത ശേഷം തിരിച്ചടി ശക്തമായപ്പോൾ കാലിൽ വീഴുന്നത് പോലെ നമുക്ക് വെടിനിർത്താം, എന്നിട്ട് അത് ഇറാൻ കാരണമാണ്, ഇറാൻ പേടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വെടിനിർത്തുന്നത് എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് മുന്നിൽ ഇറാനെ മോശക്കാരാക്കി കാണിക്കുകയും ഞങ്ങൾ വിജയിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കുകയും അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു കരാർ എഴുതുകയും ആ കരാറിൽ ഇറാനെ പിടിച്ചിരുത്തുന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇറാനെ കബളിപ്പിക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്യുന്ന പതിവ് രീതി, ആ രീതിയിലേക്കാണ് അമേരിക്ക പോകുന്നതെന്ന് ട്രംപ് ആ രീതിയിലേക്കാണ് പോകുന്നതെന്ന് ഇറാന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ പറഞ്ഞത്, ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളില്ല, ഞങ്ങളുടെ മുന്നിൽ പ്രതികാരം മാത്രമേ ഉള്ളൂ. മുജ്തബ ഖാംനെയി അവരുടെ ഹിറ്റ് ലിസ്റ്റ് എന്ന രീതിയിൽ ഒരു സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ടെന്നും ട്രംപും ഈ പറയുന്ന നെതന്യാഹുവും അടങ്ങുന്ന ആളുകളൊക്കെ ആ ലിസ്റ്റിൽ ഉണ്ട് എന്നും അധികം വൈകാതെയൊക്കെ ഇവർക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നുമൊക്കെയുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പുരോഗമിക്കുമ്പോഴാണ്, അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു
തീവ്രമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ 4 ദിവസത്തെ സാഹചര്യം സമാധാനപരമായിരുന്നു. പക്ഷേ അമേരിക്ക പറഞ്ഞു വെടിനിർത്തൽ ചർച്ചകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണെന്ന്. ഇറാൻ പറഞ്ഞു ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന്. ഇറാൻ്റെ പരമാധികാരത്തിൽ കയറി ആക്രമണം നടത്തി, ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഇല്ലാതാക്കി, അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി, വീണ്ടും 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 ആ രാജ്യത്തെ സാധാരണക്കാരെ അടക്കം കൊന്നൊടുക്കുന്ന വിധത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടും അമേരിക്ക പറയുന്നിടത്തേക്ക് സമാധാനത്തിന് വേണ്ടി ഇറാൻ നിൽക്കണം എന്ന് പറയുന്നത് എന്തിനാണ് ഇറാൻ അനുസരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള വലിയ തിരിച്ചടി കൊടുക്കുക തന്നെയാണ് തങ്ങളുടെ മുന്നിലുള്ള ഏക പോംവഴി. ഇനി ഞങ്ങളെ തൊട്ടാൽ വിവരമറിയുമെന്ന നിലയിൽ തന്നെ സകലരെയും വിറപ്പിച്ചു നിൽക്കുകയാണ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒത്തുതീർപ്പുകൾക്ക് പോയാൽ വിലയില്ലാതാവും, ചതിപ്രയോഗം നേരിടേണ്ടി വരും, അമേരിക്കയുടെ ടൂളായി തങ്ങൾ പോലും അറിയാതെ വർത്തിക്കേണ്ടി വരും, ഗൾഫ് രാജ്യങ്ങളെ ആ സമയത്ത് തങ്ങൾക്കെതിരാക്കി മാറ്റും. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികളും ഒത്തുതീർപ്പിന് പോയാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക പറയുന്ന കരാറിൽ ഒപ്പിട്ടാൽ ഇറാൻ ഉണ്ടാകും. പക്ഷേ ഇതിപ്പോൾ എല്ലാവരെയും ഭയപ്പെടുത്തി സകലരെയും വിറപ്പിച്ച് ഞങ്ങളെ വിട്ടു പോയിക്കോളൂ, ഞങ്ങളെ തൊട്ടാൽ നിങ്ങൾക്ക് വിവരമറിയുമെന്നൊരു നിലയുണ്ടാക്കിയ ശേഷം മറ്റുള്ളവർ തങ്ങൾക്ക് കീഴിലേക്ക് വരട്ടെ എന്ന നിലപാടിലേക്ക് ഇറാൻ പോവുകയാണെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഹൂത്തികൾ ചെങ്കടലടയ്ക്കാൻ പോകുന്നത്, ഹോർമൂസ് അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നിർണായകമായ പല ആക്രമണങ്ങളും ഗൾഫ് മേഖലയെ മുൾമുനയിൽ നിർത്തുന്ന, ഗൾഫ് മേഖലയിലേക്ക് തീമഴ പെയ്യിക്കാൻ ഉതകുന്ന നിരവധി ആക്രമണങ്ങൾ ഇറാൻ പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് വിവരം. അതായത് അമേരിക്ക ഇനിയും ഞങ്ങളെ ആക്രമിച്ചാൽ ചൈനയിൽ നിന്നടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. ചൈനയിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങളെ ആക്രമിച്ചാൽ അതികഠിനമായ ശിക്ഷ അമേരിക്കയ്ക്കും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നവർക്കും നൽകും എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കുവൈറ്റിലെ ജനവാസ മേഖലയിലേക്ക് ഒരു കമ്പനിയിലേക്ക് നടത്തിയ ഈ ആക്രമണം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. തൊട്ടാൽ വിവരമറിയും എന്ന് തന്നെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇറാൻ്റെ ലക്ഷ്യം, വേറൊന്നുമല്ല.